നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. റയൽ മാഡ്രിഡ് ചരിത്രത്തിൽ ഇന്നേ വരെ അനുഭവിച്ചിട്ടില്ലാത്ത ഒരവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. അതായത് യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ പ്രാഥമിക ഘട്ടത്തിൽ അവർ ഒരിക്കൽ പോലും 3 മത്സരങ്ങൾ തോറ്റിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ 5 കളികൾ കഴിയുമ്പോൾ അവർ 3 കളികൾ തോറ്റു നിൽക്കുകയാണ്. ഈ ഘട്ടത്തിൽ റയൽ മാഡ്രിഡിൻ്റെ വെറ്ററൻ താരം ലൂക്ക മോഡ്രിച്ച് പറയുന്നു, ഇവിടം കൊണ്ട് ചാമ്പ്യൻസ് ലീഗ് അവസാനിക്കുന്നില്ല, ഞങ്ങൾ തിരികെ വരും. ഇത് ബുദ്ധിമുട്ടേറിയ സമയമാണെന്ന് എനിക്കറിയാം, പക്ഷേ ഇനിയും ഒരുപാട് മത്സരങ്ങളുണ്ട്, ഞങ്ങൾ ആശങ്കയിലൊന്നുമല്ല. തീർച്ചയായിട്ടും ഈ സിറ്റുവേഷൻ ഞങ്ങൾ മറികടക്കും, ഈ സമയവും കടന്നു പോകും എന്ന് തന്നെ അദ്ദേഹം പറയുന്നു. വി വിൽ ഗെറ്റ് ത്രൂ ദിസ് സിറ്റുവേഷൻ എന്ന് വളരെ കൃത്യമായിട്ട് ലൂക്ക മോഡ്രിച്ച് ആത്മവിശ്വാസത്തോടു കൂടി പറയുന്നു. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്കൊന്ന് പോകാം. മാർക്ക് അത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ മൊമെൻറ്റ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത്ര ഈസി ആയിട്ടുള്ള ഒന്നല്ല, ബുദ്ധിമുട്ടേറിയത് തന്നെയാണ്. പക്ഷേ ചാമ്പ്യൻസ് ലീഗ് എന്നുള്ളത് ഇപ്പോൾ വിജയിക്കേണ്ടതല്ലല്ലോ. ചാമ്പ്യൻസ് ലീഗ് കഴിഞ്ഞിട്ടില്ല, ഇനിയും ഒരുപാട് മത്സരങ്ങൾ. ദർ ആർ സ്റ്റിൽ മെനി ഗെയിംസ്. സോ ഞങ്ങൾക്ക് ഞങ്ങളുടെ കഴിവുകളിൽ ഞങ്ങളിൽ വിശ്വാസമുണ്ട്. ഞങ്ങൾ ഒട്ടും ആശങ്കാകുലരല്ല. തീർച്ചയായിട്ടും ഞങ്ങളിത് മറികടക്കും, ഈ സമയം ഞങ്ങൾ മറികടന്ന് മുന്നോട്ട് പോകും എന്ന് തന്നെ ലൂക്ക മോഡ്രിച്ച് പറഞ്ഞു. റയൽ മാഡ്രിഡിൻ്റെ ആരാധകരും പറയുന്നതും വിശ്വസിക്കുന്നതും അതൊക്കെ തന്നെയാണ്. ഇന്നലെ ലിവർപൂളിനോട് തോറ്റതോടുകൂടി ചാമ്പ്യൻസ് ലീഗ് അവസാനിച്ചിട്ടൊന്നുമില്ല. എത്ര തവണ എങ്ങനെയൊക്കെ എന്തൊക്കെ പ്രതിസന്ധികൾ തരണം ചെയ്തിട്ടുണ്ട്. ഇത് റയൽ മാഡ്രിഡാണ്. യുവേഫ ചാമ്പ്യൻസ് ലീഗ് എന്ന് പറഞ്ഞാൽ റയൽ മാഡ്രിഡിൻ്റെ കുത്തകയാണ്. ആ ലെഗസി അങ്ങനെയാണ്. അതുകൊണ്ട് റയലിനെ ആരും എഴുതി തള്ളേണ്ട എന്ന് ആരാധകരും വിശ്വസിക്കുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.